ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് എ സ്മാളസ്റ്റ് എലമെന്റ് ഇൻ എ റൊട്ടേറ്റഡ് ഷോർട്ടഡ് അറേ. ഷോർട്ടഡ് അറേയിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു അറേ. അതിൽ നിന്ന് ഏറ്റവും ചെറിയ ഒരു എലമെന്റ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട അൽഗോരിതം എന്ന് പറയുന്നത് ബിഗ് O നൊട്ടേഷൻ ലോഗ് n ആണ്. അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾക്ക് ഏത് ഫംഗ്ഷൻ ഏത് ഷോർട്ടഡ് അറേ ഉപയോഗിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബൈനറി സെർച്ച് ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് എക്സാമ്പിളും അതിന്റെ ഔട്ട്പുട്ട് നോക്കാം. ഫസ്റ്റ് അറേ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഏറ്റവും സ്മാളസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അതിന്റെ ഇൻഡെക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 4. അതുപോലെ തന്നെ ഈ ഒരു അറേയിലും ഏറ്റവും സ്മാളസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. അതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 3 ആണ്. ഈ ഒരു ഷോർട്ടഡ് അറേയില് ഇതൊരു റൊട്ടേറ്റഡ് ഷോർട്ടഡ് അറേ അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ബൈനറി സെർച്ച് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിന്റെ അകത്ത് പാരാമീറ്റർ ആയിട്ട് അറേ കൊടുത്തു, എന്നിട്ട് ലെഫ്റ്റ് 0യും റൈറ്റ് എന്ന് പറയുന്നത് -1 ആണ് കൊടുത്തിരിക്കുന്നത്. ലെങ്ത്തിൽ നിന്ന് -1 കുറയ്ക്കുമ്പോൾ നമുക്ക് റൈറ്റ് ഇൻഡെക്സ് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടും. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റിനേക്കാളും ചെറുതാണോ നോക്കും, എന്നാൽ മാത്രമേ ഈ ഒരു വൈൽ ലൂപ്പ് വർക്ക് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു മിഡ് കണ്ടുപിടിക്കും. അതിനുവേണ്ടി ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ഡിവൈഡ് ബൈ 2 ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് എന്ന് നമ്മുടെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന മിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ റൈറ്റിൽ ഇരിക്കുന്ന ഏറ്റവും എൻഡിൽ ഇരിക്കുന്ന വാല്യൂയെക്കാളും വലുതാണോ എന്ന് നോക്കാം. വലുതാണെങ്കിൽ എന്ത് ചെയ്യും, ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ മിഡിനോട് 1 കൂട്ടി അത് ലെഫ്റ്റിലോട്ട് അസൈൻ ചെയ്യും. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, അത് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമ്മൾ മിഡ് ആക്കി മാറ്റും. ഓക്കെ, ഈ ഒരു വൈൽ ലൂപ്പ് വർക്ക് ആവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതെന്ന് പറയുന്നത് ചിലപ്പോ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ എന്താവും, ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആവുമ്പോൾ മാത്രമേ എന്ത് വർക്ക് ആവുള്ളൂ, ഈ റിട്ടേൺ ലെഫ്റ്റ് ആയി മാറുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു നമ്പേഴ്സ് വെച്ച് തന്നെ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ലൂപ്പിൽ നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 7, ഇൻഡെക്സ് അല്ല വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പൊ 7 2നേക്കാളും വലുതാണെന്ന് ചോദിച്ചു. ഇവിടെ അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ അത് ട്രൂ ആണ്. 2നേക്കാളും വലുതല്ലേ മിഡ്. ട്രൂ ആയതുകൊണ്ട് തന്നെ എന്ത് പറ്റും, ലെഫ്റ്റ് എന്ന് പറയുന്നത് മിഡിനോട് 1 കൂട്ടും. ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ഇൻഡെക്സ് ആണ്, അതിനോട് 1 കൂട്ടുമ്പോൾ ലെഫ്റ്റ് എവിടെ മാറും, ലെഫ്റ്റ് 0 മാറും. റൈറ്റ് സ്റ്റിൽ 2 തന്നെയാണ്. ഓക്കെ, എന്നിട്ട് വീണ്ടും ഈ ലൂപ്പിന്റെ അകത്ത് കയറും, കാരണം ലെഫ്റ്റ് എന്ന് പറയുന്നത് റൈറ്റിനേക്കാളും ചെറുതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൂപ്പിന്റെ അകത്ത് കയറും. അപ്പൊ വീണ്ടും ചെക്ക് ചെയ്യും. അപ്പൊ വീണ്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് മിഡ് ഏതായി മാറും, മിഡ് എലിമെന്റ് 1 ആണ്. എന്നാൽ ഇൻഡെക്സ് എത്രയാണ്, 2, 4, 6. ഇത് ഇൻഡെക്സ് 5 ആയിരിക്കും. ഇൻഡെക്സ് വാല്യൂ 5 ആയിരിക്കും. അപ്പോ ഇൻഡെക്സ് വാല്യൂ 5ലുള്ള വാല്യൂ റൈറ്റിലിരിക്കുന്ന വാല്യൂയെക്കാളും എൻഡിലിരിക്കുന്ന വാല്യൂ, അതായത് ഇവിടെ 2ലിരിക്കുന്ന വാല്യൂയെക്കാളും വലുതാണെന്ന് ചോദിച്ചു. വലുതാണോ ഇത്, അല്ലാലോ. 1നേക്കാളും റൈറ്റ്, അതായത് 1 റൈറ്റ് 2നേക്കാളും വലുതാണെന്നാണ് ചോദിച്ചത്. ഇത് ഫാൾസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇഫിന്റെ അകത്ത് കയറത്തില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യും, അത് എൽസിന്റെ അകത്ത് കയറും. എൽസിന്റെ അകത്ത് കയറുമ്പോ എന്ത് പറ്റും, റൈറ്റ് എന്ന് പറഞ്ഞ വാല്യൂ മിഡ് ആയിട്ട് മാറും. അപ്പൊ റൈറ്റ് നേരത്തെ ഏതായിരുന്നു, 2 ആയിരുന്നു. ഇപ്പൊ അത് എന്തായി മാറി, 1ലോട്ട് മാറി. അപ്പൊ റൈറ്റ് 1ഉം കൂടാതെ ലെഫ്റ്റ് ഇവിടെ 0 ആണ്. ഓക്കെ, വാല്യൂ 0 ആണ്. അപ്പൊ വീണ്ടും ആ ഒരു ലൂപ്പ് വർക്ക് ആവുമ്പോൾ ഇതിന്റെ മിഡ് എന്ന് പറയുന്നത് 2 വാല്യൂ അല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മിഡ് എന്ന് പറയുന്നത് ഏതാണ്, അതിന്റെ മിഡ് 1 ആണ്. ഓക്കെ, 1 ആയിരിക്കും. ഓക്കെ, ഇൻഡെക്സ് 1 ആയിരിക്കും. ഇൻഡെക്സ് 1 അല്ല, ഇൻഡെക്സ് 5 ആയിരിക്കും. കാരണം ഈ രണ്ടിന്റെ ഇൻഡെക്സ് നമ്മൾ ഇത് 2 കൂട്ടുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് 2, ഇൻഡെക്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റ് എത്രയാണ്, ലെഫ്റ്റ് ഇവിടെ 4 ആണ്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് ഇവിടെയാണല്ലോ ഇരിക്കുന്നത്, 0ലായിരിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് 4ഉം അതുപോലെ തന്നെ റൈറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 4 + 5 9 ആണ്. 9നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. ഓക്കെ, 4 കിട്ടും. അപ്പൊ 4 ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതാണ്, 4 ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, വാല്യൂ 0 ആണ് 4 ഇൻഡെക്സ്. അപ്പൊ മിഡ് 0 ആണ്. അപ്പൊ വീണ്ടും ചെക്ക് ചെയ്യും. വീണ്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കയറോ നോക്കാം. ഓക്കെ, അതായത് 0 1നേക്കാളും വലുതാണെന്ന് ചോദിച്ചു. അല്ലല്ലോ, 0 1നേക്കാളും വലുതല്ലല്ലോ, ഫാൾസ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, അത് ഡയറക്റ്റ് എൽസിലോട്ട് പോകും. എൽസിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റും, റൈറ്റ് നേരത്തെ 1 ആയിരുന്നേ, അതിപ്പോ മിഡ് ഏതായിരുന്നു, നമ്മളിപ്പോ കറന്റ് മിഡ് ഇതാണ്, ഈ ഒരു വാല്യൂ ആണ്, ഈ ഒരു ഇൻഡെക്സ് ആണ്. അപ്പൊ ഈ ഒരു ഇൻഡെക്സിലോട്ട് എന്ത് ചെയ്യും, റൈറ്റിനെ മിഡ് ഇൻഡെക്സ് ആഡ് ചെയ്യും. ഓക്കെ, റൈറ്റ് മിഡ് ഇൻഡെക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അതെന്തായി മാറും,
ഈ ഒരു 0 ആയിരിക്കും ലെഫ്റ്റും 0 ആണ് റൈറ്റും ലെഫ്റ്റും 0 ആയി മാറും. അപ്പൊ വീണ്ടും ഈ ഒരു വൈൽ ലൂപ്പിന്റെ അകത്ത് കയറും. വൈൽ ലൂപ്പിനകത്ത് കയറുമ്പോൾ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയതുകൊണ്ട് ഈ ഒരു വൈൽ ലൂപ്പിനകത്ത് കയറാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഡയറക്റ്റ് എന്ത് ചെയ്യും? വൈൽ ലൂപ്പ് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് റിട്ടേണിലോട്ട് പോകും. റിട്ടേൺ ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് റൈറ്റും ലെഫ്റ്റും ഈക്വൽ അല്ലേ? അപ്പൊ ഇവിടെ ലെഫ്റ്റ് കൊടുത്താൽ മതി. റിട്ടേൺ ലെഫ്റ്റോ റൈറ്റ് എന്ത് വേണം കൊടുക്കുക. അപ്പൊ ലെഫ്റ്റ് ആണ് കൊടുത്തത്. അപ്പൊ ഇവിടെ 0 ആണ്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻഡെക്സ് 4 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ബൈനറി സെർച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൊട്ടേറ്റഡ് ഷോർട്ട് അറേയിൽ നിന്ന് ഏറ്റവും സ്മാളസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കുന്നത്.